ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് സെക്കൻഡ് ടൈം ആണ് ഒരു വ്ളോഗ് എടുക്കുന്നത്. ഫസ്റ്റ് ടൈം ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് പുറത്ത് വന്നിട്ടില്ല. ഇതിപ്പോൾ സെക്കൻഡ് ടൈം ആണ് വ്ളോഗ് എടുക്കുന്നത്. നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയതല്ല, ആക്ച്വലി അവർ കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു. നമ്മൾ ബസ്സിലാണ് പോകുന്നത്, അപ്പം കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ധൃതിയിൽ നമ്മൾ എന്താണ് ഒന്നും റെഡിയൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ബസ്സിലല്ലേ, അപ്പം നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. അപ്പം നമ്മൾ പോവാൻ പോകുന്നത് നമ്മൾ ചന്ദ്രൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് പോവാൻ പോവാണ്. ഇവിടെ കിരപ്പൻ്റെ ബർത്ത്ഡേ കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നു. അപ്പം ആ ടൈമിൽ ആളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ആൾ പ്രതീക്ഷിക്കത്തില്ല നമ്മൾ ഈ ഒരു 10 ദിവസം ഗ്യാപ്പിൽ എന്തായാലും നമ്മൾ അവിടെ ചെല്ലുമെന്ന് ആൾ പ്രതീക്ഷിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു സർപ്രൈസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ചമ്മും. സർപ്രൈസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് 7 മിനിറ്റിന്. അപ്പം ബാക്കി നമുക്ക് വഴിയേ എടുക്കാം. ഓക്കെ, വണ്ടി എത്തി, 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇറങ്ങാം. ബാക്കി നമുക്ക് ബസ്സിൽ കയറിയിട്ട്. ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതെ, ഇതാണ് നമ്മുടെ ബസ്. നമ്മൾ ഈ ബസ്സിലാണ് പോവാൻ പോകുന്നത്. ഇതാന്ന് തോന്നുന്നു ഈ സൈഡ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതേ ബസ്സിൽ കയറിയിട്ടുണ്ട്. ലക്ഷറി അപ്പറിലാണ്. സോ നമ്മളിപ്പോൾ 8:30 ആവാറായി. അപ്പോൾ 8:30ക്കാണ് നമ്മൾ ബസ്സിൽ കയറിയത്. രാവിലെ ഒരു 6:30 7:00 എത്തുമായിരിക്കും. അപ്പം നമുക്ക് ഈ രാവിലെ കാണാം. ഗൈസ്, ഇപ്പൊ സമയം കറക്റ്റ് 11 മണിയായിട്ടുണ്ട്. ഇവിടെ കഴിക്കാൻ നിർത്തൂല എന്ന് പറഞ്ഞിരുന്നതാണ്, ബട്ട് നിർത്തി കേട്ടോ. വാഷ്റൂമിലൊക്കെ പോകാനും ഒക്കെ വേണ്ടിയിട്ട്. ഇത് സ്ഥലം വന്നിട്ട് തമിഴ്നാട്, എവിടെയാണെന്ന് തോന്നുന്നു, അവിടെ എവിടെയാണ് അറിയത്തില്ല. സേലമാണെന്ന് തോന്നുന്നു. രാവിലെ സോയി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നാളെ കാണാം. നാളെ രാവിലെ കാണാം. ഗായ്സ്, ഇത് ആരാന്ന് നോക്കൂ. ഉറക്കത്തിൽ നിന്ന് നിൽക്കുക, പക്ഷെ കിണ്ടിയായിട്ട് വെള്ളടിച്ച് കിണ്ടിയായിട്ട് നിൽക്കുന്ന. നമ്മളങ്ങനെ ചേർത്തല എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സോയിയുടെ വീട്ടിലോട്ട് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അറിയാമിയ കിടന്നുറങ്ങി, കുറച്ചേരെ ഉറങ്ങിയുള്ളു, കുഴപ്പമില്ലായിരുന്നു. ഇതാണ് സോയിയുടെ വീട്. നോക്കൂ, സോയിയുടെ അനിയത്തി കുഞ്ഞി. ക്യൂട്ട് ഗൈസ്. അപ്പം ഞാൻ കുളിച്ച് ഫ്രഷായി, പല്ലൊക്കെ തേച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. സോയുടെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോവാം ഗൈസ്. കഴിക്കാനായിട്ട് അപ്പം, ചിക്കൻ കറി, മുട്ടക്കറി, കോഴി, കൊരങ്ങ്, കഴിച്ചിട്ട് വരാവേ ഗൈസ്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ്. എത്ര മണിയായി? 5 മണിയാവാൻ പോകുന്നു. നമ്മള് ഒരു 3 മണിയൊക്കെ ആകുമ്പോ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നമ്മള് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട്. റെഡിയായി ചന്ദ്രന്റെ അടുത്ത് അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് മുടിയൊക്കെ വെട്ടി സെറ്റായിട്ട് അങ്ങോട്ട് പോവാം. ഇവന്റെ വാക്കും കേട്ട് നമ്മള് 2 മണിക്കൂറുള്ള വഴി പോവാണ്.
എറണാകുളത്ത് കിരപ്പന് മുടി വെട്ടാനായിട്ട് പോവാണ്. വെട്ടാനായിട്ടല്ല പോകുന്നത്, നമ്മള് മുടി വെട്ടിയിട്ട് കുറെ നേരം നമ്മൾ പോസ്റ്റ് ആയിരിക്കും. കാരണം നമ്മള് ഉടനെ ചന്ദ്രനെ കൂടി ചെല്ലുന്നില്ല. ചന്ദ്രൻ ലൈവ് ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു 11:59 ആവുമ്പോഴത്തേക്കും അകത്ത് കയറുന്നതായിരിക്കും. നമ്മള് സർപ്രൈസ് ആവാതിരുന്നാ മതി. കേക്ക് മേടിക്കണം, ആദ്യം മുടി വെട്ടണം, മുടി വെട്ടിട്ട് കേക്ക് എടുക്കണം, കേക്ക് എടുത്തിട്ട് ചന്ദ്രന്റെ അവിടെ പോണം. ഈ മുടി വെട്ടുന്നിടത്ത് നിന്നിട്ട് കാണാം. ബൈ ബൈ. നമ്മളപ്പോ ദേ കിരപ്പന്റെ മുടിയൊക്കെ വെട്ടി സെറ്റാക്കാൻ വേണ്ടിട്ട് ദേ ആർട്ട് ലാബിൽ വന്നിട്ടുണ്ട്. മുടി കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് ഓലത്തുമ്പത്തിരുന്ന് ഊഞ്ഞാലാടും. എങ്ങനെയുണ്ട് കിരപ്പ? എങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് മുടി വെട്ടി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. സമയം 8 മണിയായിട്ടുള്ളൂ. ഇനി നമ്മള് 11:59 12 മണിയാകുമ്പോഴാണ് ചന്ദ്രൻ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇനി നമുക്ക് 4 മണിക്കൂറുണ്ട്. 4 മണിക്കൂർ നമ്മൾ ഇനി എന്ത് ചെയ്യണം? അത് സമയം കളയാൻ വേണ്ടി അതാണ്ട് AC ബേയിലേക്ക് കയറി നിൽപ്പുണ്ട്. 9 മണി. എത്ര സമയം കളയാൻ നോക്കിയിട്ട് 9 മണി വരെ ആയിട്ടുള്ളൂ. എങ്ങനെ സമയം കളയും? ഇനി സമയം കളയണമെങ്കിൽ നമ്മൾ എവിടെങ്കിലും പോയിരുന്ന് തിന്നണം, കഴിക്കാൻ പോണം. കഴിച്ചിട്ട് നമ്മൾ ചന്ദ്രന്റെ അവിടെ പോകും. നമ്മള് കഴിക്കാനായിട്ട് അതേ ഇവിടെ വന്നിട്ടുണ്ട് ആതിരക്കോഴിയില്. അപ്പൊ നമ്മള് കഴിക്കാൻ അൽഫാം അപ്പൊ കഴിക്കാൻ ഞാൻ പറഞ്ഞത് പെരി പെരി അൽഫാം, കിരപ്പൻ പറഞ്ഞത് സോയിയും, ഇതാണ് എന്റെ അരിയന്, അത് പറയാൻ മറന്നു. അവർ രണ്ടുപേരും പറഞ്ഞത് ഇഞ്ചിപ്പുളി. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി നേരെ കേക്ക് എടുക്കാൻ പോവാണ്. കേക്ക് എടുക്കാൻ നമ്മൾ ഓമൈ കേക്കിലെങ്ങാണ്ടാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ കറക്റ്റ് സമയം 11 മണിയാവും പോകുന്നു. 11 മണിയാവാൻ 5 മിനിറ്റ്. അപ്പൊ നമ്മള് പോയി കേക്കൊക്കെ എടുത്ത് ഒരു 11:30 ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റായിട്ട് ചന്ദ്രൻ്റെ അങ്ങോട്ട് പോകും. ഓക്കെ, നമുക്ക് കേക്ക് എടുക്കാൻ പോവാം. ഗൈസ്, നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് ദേ ഓമൈ കേക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ ഇവിടെ വന്ന് കേക്ക് ഒക്കെ ഓൾറെഡി റെഡിയാണ്. പക്ഷെ ഇപ്പൊ സമയം 11:15 ആയിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു 11:30 11:45 അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇറങ്ങിയാൽ മതി. അപ്പൊ സമയം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ നൈസായിട്ടൊരു കോഫിയും പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നൈസായിട്ട് ഇവിടെ ഇരുന്ന് ഊതി കോഫിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ഒരു 11:45 ആകുമ്പോഴത്തേക്കും ഇറങ്ങാം, ചന്ദ്രൻ്റെ അങ്ങോട്ട് പോവാം. ദൈവമേ, ചന്ദ്രൻ സർപ്രൈസ് ആവണേ, നമ്മൾ സർപ്രൈസ് ആവല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി അങ്ങോട്ട് പോകുമ്പോ കാണാം. ഓക്കെ, കഴിച്ചപ്പതേ സാധനം കിട്ടിയിട്ടുണ്ട്. കേക്ക്, ഒരു തൊപ്പി, പിങ്ക് തൊപ്പി. അയ്യോ, അങ്ങനെ എഴുതിയാ മതിയായിരുന്നല്ലേ. ചൂപ്പന്റെ 27. കുഴപ്പമില്ല, നമുക്ക് പറയാം. ഓക്കെ, ഇനി പ്ലാൻ എന്തെന്ന് വെച്ചാല് സോയി ആദ്യം പോവും. സോയി ഒരു 11:45 ആകുമ്പോഴത്തേക്ക് സോയി അവിടെ പോവും. പോയിട്ട് ചന്ദ്രൻ ഇപ്പം വിളിച്ചപ്പോ തന്നെ, ഇപ്പം കുറച്ചു മുമ്പ് വിളിച്ചപ്പോഴും ചോദിച്ചു സർപ്രൈസ് എന്തെങ്കിലും ഉണ്ടോ. സോയി അവിടെ കയ്യും വീശി കയറി, ഒന്നും ഇല്ലാതെ പോവും. സർപ്രൈസ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒന്നും ഇല്ല എന്നെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും 12 മണിയാകുമ്പോ നമുക്ക് അങ്ങോട്ട് കയറാം. നമ്മള് കേക്കും തൊപ്പിയൊക്കെ ആയിട്ട് അങ്ങ് ചെല്ലും.
ഇതാണ് പ്ലാൻ. ഇത് ഇനിയിപ്പം വർക്കൗട്ട് ആവുമെന്നുള്ളത് വേറെ ആരെങ്കിലും ഒക്കെ വരുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ പ്ലാൻ ഇതാണ്. ഓക്കെ, ഓക്കെ, പോവാം ഗൈസ്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ്. ഇപ്പൊ സമയം എത്രയായിരിപ്പാ? ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്. ഓക്കെ, സോയി ആദ്യമേ പോയി പ്ലാൻ അനുസരിച്ച്. സോയി ആദ്യം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് നൈസായിട്ട് അങ്ങോട്ട് കേറാം. കറക്റ്റ് ഇനി 3 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ഥലത്തെത്തി. പക്ഷെ ഇതറിയത്തില്ലായിരുന്നല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ ആദ്യമേ കയറി 30. കൊറേ കേക്ക് കൊണ്ട് മുറിക്കാൻ, ഓരോന്നോരോന്നായിട്ട് മുറിക്കാം. Happy birthday to you. Happy birthday to you, Chandra. ചൂപ്പന്റെ 27 ഗ്രൂപ്പിന്റെ കൊണ്ടുകൊടുത്തു. അതിനകത്ത് കുറെ ഗിഫ്റ്റ് ഉണ്ട്. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഇവര് വന്നത്. താങ്ക് യു സോ മച്ച് അലീന, കിരൺ ബ്രോ. ഞാൻ വിചാരിച്ചില്ല നമ്മള്, കാരണം കുറച്ച് ദിവസമല്ലോ അവിടെ പോയിട്ട് വന്നിട്ട്. അപ്പൊ നിങ്ങൾ അവര് വരുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. ഇവൻ എന്തായാലും വരുമെന്ന് അറിയായിരുന്നു. പിന്നെ അതെ ഇത് ഉണ്ടായിരുന്നു. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾക്കായി ഇത് ഇടൂല എന്നുള്ള വിചാരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ഇടുന്നതായിരിക്കും. ഗൈസ്, അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ഡേ 2 വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കുറച്ച് ഹെവി സർപ്രൈസ് ലോഡിംഗ് ആണ്. ഒരു വിഷയ സാധനം നമ്മള് ചന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് സ്നേഹ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങ് യു കെയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കരങ്ങളിലൂടെ സ്നേഹ ഒരു സർപ്രൈസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. സർപ്രൈസ് എന്താ നിങ്ങളത് പറയാം. ചന്ദ്രന് ഒരു 50-80 ലോഡിംഗ് ആണ്. യെസ്, അത് ചന്ദ്രന്റെ ഒരു ഡ്രീം ആണെന്ന് തന്നെ നമുക്ക് പറയാം. സത്യം പറഞ്ഞാൽ ചന്ദ്രൻ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. അപ്പൊ എന്തുകൊണ്ടും ഇത് വലിയൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും. ഒരു വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ സമയം 12 മണിയായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ കുറച്ച് അധികം ലേറ്റായി. അതുകൊണ്ട് എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പൊ ഇനി നമ്മൾ ഇപ്പൊ 12 മണിയായിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂറിൽ നമ്മൾ അവിടെ എത്തി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് റൂമിൽ തന്നെ പിസിയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണം. ചന്ദ്രനെ ഇപ്പൊ നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. അവരുടെ ഇപ്പൊ റൂംമേറ്റ്സ് ഉണ്ടല്ലോ ജിമ്മില്, കോച്ചും അവരൊക്കെ ആയിട്ട് ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ സമയത്ത് നമ്മൾ അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് നമ്മള് ഗീ ബോസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് അവിടെ നിന്ന് ഓൺ ദ വേ ആണ്. അപ്പൊ അവരെ ചെന്നിട്ട് അവർ ആദ്യമേ എത്തും.
നമ്മൾ കീ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് എത്തി, അവര് സെറ്റിംഗ് തുടങ്ങും. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് എല്ലാം കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ പീസ് സെറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ ക്യാമറയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് ചന്ദ്രന്റെ റിയാക്ഷൻ കാണാം. ചന്ദ്രനെ വിളിക്കുന്നു. നേരത്തെ ചന്ദ്രൻ കയറി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മാക്സിമം ലേറ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി മറ്റേ ശ്രീജിത്ത് എന്ന് പറയുന്ന ബ്രോ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി 50-80 കണ്ട് ചന്ദ്രൻ ബോധം കിട്ടി വീഴും. നമുക്ക് എന്തായാലും വീഴും, ഉറപ്പാണ്. എന്തായാലും വീഴുമല്ല, ആളുടെ കിളി പോകും. ഇന്നലെ തന്നെ ഞാനും കിരപ്പനും വന്നെന്ന് കണ്ടപ്പോ തന്നെ കുറച്ചു നേരം ലോഡിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ആ സർപ്രൈസും ഉണ്ട്, ഈ സർപ്രൈസും ഡബിൾ ദമാക്കിയാണ്. സ്നേഹയുടെ സർപ്രൈസ് എപ്പോഴും കുറച്ച് വെറൈറ്റി ആയിരിക്കുമെന്ന് ചന്ദ്രൻ അറിയാം. പക്ഷെ ഇത്രയ്ക്ക് പ്രതീക്ഷിക്കത്തില്ല. ഇത്രയ്ക്ക് പ്രതീക്ഷിക്കത്തില്ല. ആർക്കും ഇത് അറിയത്തില്ല. നമ്മള് വീക്ക് ബോക്സിലുള്ള കുറച്ച് 2-3 പേർക്ക്, മാത്രമേ പിന്നെ അറിയാവൂ. ജിമ്മിലുള്ള 2-3 പേര്, പിന്നെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മള് എക്സ്ട്രീംലി സീക്രട്ട് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആണ്. അതുകൊണ്ടാണ് ആരെ അറിയിക്കാഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കാണാം. ഗൈസ്, ഇപ്പൊ 2 മണി ആവാറായിട്ടുണ്ട്. നമ്മളുള്ള ട്രാഫിക് ഒക്കെ കഴിഞ്ഞിട്ട് ദേ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് ഫോറം മോള്, ഇവിടുത്തെ എറണാകുളത്തെ ഫോറം മോളാണ്. ചന്ദ്രൻ ഇവിടെ ഉണ്ട്. ചന്ദ്രൻ ഇവിടെ നിപ്പുണ്ട്. പക്ഷെ നമ്മള് ഡയറക്റ്റ് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയി എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ചന്ദ്രന്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ട് ആളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോയിട്ട് വരാം. ടാറ്റാ. എറണാകുളം മൊത്തം തപ്പി ചന്ദ്ര DP കേബിൾ മേടിച്ചു കണക്കെട്ടാ. DCയിൽ DP കേബിൾ ഇല്ലാത്തതുകൊണ്ട് എറണാകുളം മൊത്തം തപ്പിയാണ്. അവസാനം ഒരു അഡാപ്റ്ററാണ് കിട്ടിയേക്കുന്നത്. തൽക്കാലത്തേക്ക് ഇത് യൂസ് ചെയ്യാം, വേറെ മേടിക്കണം. കുറെ കട കയറി ഇറങ്ങി. അപ്പം നീണ്ട ബ്ലോക്കിനും തെരച്ചിലിനും ശേഷം അവസാനം DP കേബിൾ നമ്മൾ ഒപ്പിച്ചു. പിന്നെ നമ്മളൊരു കേക്കും കൂടെ മേടിച്ചു. പ്രത്യേകം സ്നേഹ വിളിച്ചു പറഞ്ഞായിരുന്നു ഒരു കേക്ക് കൂടെ വേണമെന്ന്. നമ്മളൊരു കേക്ക് ഒപ്പിച്ചിട്ടുണ്ട്. കേക്കും DP കേബിളും എല്ലാം ഈ ഒടുക്കത്തെ ബ്ലോക്കിന്റെ ഇടയ്ക്ക് നമ്മൾ സാധിച്ചു. ഇനി ഡ്രീമർ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇനി അവിടെ എത്തണം, എല്ലാം സെറ്റ് ചെയ്യണം. ഡ്രീമറിനെ അങ്ങോട്ട് വിളിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്പൊ നമ്മള് കേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് ചന്ദ്രന്റെ ഫ്ലാറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് പെട്ടെന്ന് പോയി ഒന്ന് സെറ്റ് ആക്കട്ടെ. കട്ടിലല്ല, ഇതാ ഈ മൊത്തത്തിൽ തുണിയോടെ എടുത്ത് കൊണ്ടുപോവാം. ഇതെല്ലാം അവന്റെ അല്ലേ? ആണ് പിടി, അവിടെ പിടി, മടക്ക. നമ്മളിതേ PC-യുടെ കവറും കാര്യങ്ങളും ഇതിലെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട്, പഴയ PC ആണ്. ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കണം. ഇത് കണ്ടോ ഗൈസ്, ചന്ദ്രന് കിട്ടിയ സാധനങ്ങളാണ്. എല്ലായിടത്തും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് പറഞ്ഞേ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചന്ദ്രനെ വിളിച്ചാൽ മാത്രം മതി. നമ്മളെല്ലാം ഏകദേശം എല്ലാം ഒതുക്കി. എല്ലാം സെറ്റ് അല്ലേ? എല്ലാം സെറ്റാണ്. അകത്തോട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to you, Sham Singh. Happy birthday. അങ്ങോട്ട് റിയാക്ഷൻ അങ്ങോട്ട്. ഇനി വെറും ചന്ദ്രനല്ല, 50-80 ചന്ദ്രനാണ്. 50-80 ചന്ദ്രനാണ്. 50-80 സുപ്രീം. എങ്ങനെയുണ്ട്? കസേര ഇരുന്നോ? അതൊക്കെ പഴയ അറിയും. മെസ്സേജ്. എനിക്കറിയാം അച്ഛപ്പ ഭയങ്കരമായിട്ട് വണ്ടടിച്ചിരിക്കുവാണ്. ഒരുപാട് ചോദ്യങ്ങൾ തലയിൽ കൂടി പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം.
അപ്പോൾ അതിനൊക്കെ ഒറ്റ ഉത്തരവുള്ളൂ എനിക്ക്. ഞാൻ അച്ഛൻ്റെ ഈ ബർത്ത്ഡേക്ക് അച്ഛയുടെ കൂടെ ഇല്ല, ഇത്രയും ദൂരമാണ്. സോ എന്താ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാക്കണം തോന്നി. എന്നുവെച്ച് ഞാനില്ലാത്തത് അങ്ങ് നികത്താവുന്നല്ല, ബട്ട് സ്റ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനം ഗിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഐ എം വെരി ഹാപ്പി. ഇൻഫാക്റ്റ് ഈ സർപ്രൈസ് അച്ഛൻ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അച്ഛയെക്കാളും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇരിക്കുകയാണ്. സോ അച്ഛയുടെ ഈ വർഷത്തെ ബർത്ത്ഡേ ഏറ്റവും സ്പെഷ്യലാക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ മിസ് യു അച്ഛാ, ഐ മിസ് യു എ ലോട്ട്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ബട്ട് ഓക്കെ. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ അച്ഛാ, ലവ് യു. ബൈ ബൈ. ഊതിക്കോ. നാലാമത്തെ കേക്ക് നമ്മള് മുറിച്ചിരിക്കുകയാണ്. ബട്ടർ സ്കോച്ച ഇഷ്ടമുള്ള സാധനല്ലേ? ചീഞ്ഞടിച്ച് സ്വന്തം അത് കംപ്ലീറ്റ് ആയി. വാട്ടർ ഒരെണ്ണം വാങ്ങിക്കണം ചേച്ചി, പുതിയത്. നമ്മളൊരു വമ്പൻ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ പോവാണ്. അതിനൊക്കെ വ്ലോഗ് എടുക്കാൻ ഇടക്കിടക്ക് ഷൈ വരും. ഗൈസ് നമ്മൾ കഴിക്കാനായിട്ട് താൽ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ഡയറ്റ് ഒന്നും നോക്കിയില്ല. ഞാൻ ഡയറ്റ് ഒന്നും നോക്കിയില്ല. നമുക്ക് ബൂട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ അത് ഞാനാണ് നമ്മുടെ എറണാകുളത്ത് വന്നതിന് കാരണമായ ലൈനിന്റെ ബൂട്ട് ക്യാമ്പാണ് ഗൈസ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഗൈസ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മറ്റേ ഈ സിനിമയില്ലേ, ആ വീട് മറ്റേ മൈഡിയർ കുട്ടിച്ചാത്തൻ ഷൂട്ട് ചെയ്ത കാര്യമായിട്ട് മൈഡിയർ കുട്ടിച്ചാത്തൻ ഷൂട്ട് ചെയ്ത ആ വീട് ഇവിടെയാണ്. ഇത് നമ്മുടെ ബൂട്ട് ക്യാമ്പ് ആയിരുന്ന സ്ഥലം. എല്ലാം വിത്ത് പ്രൂഫ് എല്ലാം കാണിക്കുന്നുണ്ട്. ലൈനിന്റെ ബൂട്ട് ക്യാമ്പ് നമ്മുടെ അവിടുന്ന് 1, 2, 3-ാമത്തെ നിലയായിരുന്നു. മുകളിൽ നിന്ന് 3-ാമത്തെ അവിടെയായിരുന്നു. നമ്മൾ കഴിച്ചിട്ട് വീട്ടിലെത്തി. നമ്മൾ PC-യുടെ കുറച്ച് പരിപാടികളുണ്ട്. എർത്തിങ് ഒന്ന് സെറ്റ് ആക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? എനിക്ക് സത്യം പറഞ്ഞ അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് എന്താ പറയുക, അതിനെക്കാട്ടിലും വേറൊരു വാക്കുണ്ടെങ്കിൽ ഞാൻ അതായിരിക്കും യൂസ് ചെയ്യാൻ. അതായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ല ദിവസമായിരുന്നു. ഇപ്പോഴും ഞാൻ റിക്കവറായിട്ട് വന്നിട്ടില്ല ആ ഒരു ഇതിൽ നിന്ന്. എനിക്കിപ്പോഴും മൈൻഡിൽ എന്തൊക്കെ ഇങ്ങനെ നടന്ന് ഓടുക, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒന്നും സ്റ്റേബിൾ ആയിട്ടില്ല. അതാണ്. അപ്പോൾ അലീനയുടെ ഈ വ്ളോഗ് കാണുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ചാനലിൽ വ്ളോഗ് വരും, കാണണം എല്ലാവരും. പ്രമോഷൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിക്കണം കേട്ടോ. പോവാണ്. ടാറ്റാ. താങ്ക് യു വന്നതിനും ഇത്രയും ദൂരത്ത് വന്നതിനും സർപ്രൈസ് ഒക്കെ തന്നതിനും ഭയങ്കര നന്ദിയുണ്ട്. എടുക്കാൻ പറ്റുന്നില്ല. ബൈ ബൈ. ബൈ. ഫോൺ കൊണ്ടുപോണേ. അപ്പൊ നമ്മളിവിടെ ഇറങ്ങി തിരിച്ചു പോവാനേ. തിരിച്ച് ബാംഗ്ലൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി നമ്മൾ ഇന്നലെ പോകേണ്ടതായിരുന്നു. കുറച്ച് കാര്യങ്ങളാണ് ഇന്നലെ പോകാൻ പോയില്ല. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ, അതായത് ഇപ്പം ഓഗസ്റ്റ് 2 ആണിത്. 2 രാത്രി 9 മണിക്കാണ് നമ്മളിപ്പം പോകുന്നത് തിരിച്ച് ബാംഗ്ലൂരോട്ട്. നാളെ മോർണിംഗ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ എത്തും. അപ്പം നമ്മുടെ ഈ വ്ളോഗ് എന്താ പറയുന്നത് പറയാം. ഈ വ്ളോഗില് കുറെ പോരായ്മകളൊക്കെ ഉണ്ട്.
പക്ഷേ ഇത് എത്ര തന്നെ ഫ്ലോപ്പ് ആയിരുന്നാലും ഇതൊരു മെമ്മറി ആയിട്ട് എന്നും കുറേ കാര്യങ്ങളും ഇതൊക്കെ എന്നും ഒരു മെമ്മറി ആയിട്ട് ഇവിടെ തന്നെ കാണും. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ വ്ളോഗ് ഇടും. ഒരു കുറേ മൊമെൻറ്റ്സ്, കുറേ മെമ്മറീസ് എന്നും എപ്പോഴും എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഈ വ്ളോഗ് ഇവിടെ കാണും. ഓക്കെ, അപ്പം നമ്മൾ നിർത്തുന്നു. Bye.